സാഗരമേ കൃപ ചൊരിയുക ചൊരിയുക ദയാനിധി. ദുരന്ത ചിന്തകളകരണമേ ശുഭഹൃദന്ത ദീപം തെളിയണമേ. ഹൃദന്ത ദീപം തെളിയണമേ. അനന്ത കരുണാസാഗരമേ ചിന്താശാഠ്യങ്ങൾക്കെല്ലാം മൃദുഹാസം നൽകി ക്ഷമിപ്പവനേ. ചിന്താശാഠ്യങ്ങൾക്കെല്ലാം മൃദുഹാസം നൽകി ക്ഷമിപ്പവനേ. നീറും സ്മൃതികൾ വെണ്ണീറായി പുത്തൻ ചിത്തമുദിക്കണമേ. നീറും സ്മൃതികൾ വെണ്ണീറായി പുത്തൻ ചിത്തമുദിക്കണമേ. പുത്തൻ ചിത്തമുദിക്കണമേ. ഉപവിഷ്ടരായ ബഹുമാന്യരെ, വളരെ സന്തോഷത്തോടെ വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഏതർത്ഥത്തിലും അത് അന്വർത്ഥം തന്നെയാണ്. തിരുവനന്തപുരത്തു നിന്ന് നമ്മുടെ വിമൽജിയും, കാസർഗോട്ട് നിന്ന് ദർശനങ്ങളും കുടുംബവും, പിന്നെ നമ്മളെല്ലാവരും, അങ്ങനെ കേരളക്കരയുടെ എല്ലാ ഭാഗത്തു നിന്നും ഒത്തുകൂടിയ സുമനസ്സുകൾ. എല്ലാവരും എന്താണ് ഇവിടേക്ക് ഓടിയെത്തിയത് എന്ന് ചോദിച്ചാൽ അതാണ് നാദതരംഗിണി. സംഗീതത്തിൻ്റെ കെട്ടുറപ്പ് ഒന്നുമല്ല, മറിച്ച് ആ കുടുംബത്തിൻ്റെ പേര് തന്നെ സംഗീത കുടുംബമെന്നാണ്. അപ്പോൾ സംഗീതം കൊണ്ടും സൗഹൃദം കൊണ്ടും കുടുംബാംഗങ്ങളായവരാണ് നമ്മളേവരും. ആ അർത്ഥത്തിലാണ് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാത്ത പിടപെടപ്പാണ്, വരാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ ഒത്തിരി സങ്കടമുണ്ട്. നമ്മൾ ആലപ്പുഴയിൽ കൂടിച്ചേർന്ന ഒന്നാമത്തെ ആ ഒരു കുടുംബ യോഗം, ഇനി ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. മുഴുവൻ പിന്നെ എൻ്റെ ഒരു ശിഷ്യനും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ശിവ മാത്രമല്ല എൻ്റെ ശിഷ്യൻ. ആ ഫോട്ടോ എടുക്കുന്ന വിനോദ്, ധന്യ അദ്ദേഹത്തിൻ്റെ വൈഫാണ്. ധന്യയാണ് നമ്മുടെ കുടുംബാംഗം. പക്ഷേ ഈ വിനോദിനെ ഞാൻ കൊണ്ടു നടന്നിരുന്നു കുറച്ച് നാൾ കേട്ടോ. മിമിക്രിക്കാരനായിരുന്നു. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ ഇപ്പോൾ മിമിക്രി പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. എത്ര വഴക്ക് പറഞ്ഞാലും തല്ലിയാലും ഇങ്ങനെ പന്തെറിയുന്നത് പോലെ ഇങ്ങനെ അടുത്തേക്ക് വരുന്നൊരു ആള്. വിനോദിൻ്റെ കുസൃതികളാണ് എൻ്റെ മുന്നിൽ കൂടുതലും നിൽക്കുന്നത്. ഷീബയെ കണക്കല്ല, വിനോദിനെ ശരിക്കും ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. മൈസൂർ കൃഷ്ണ സാർ, കൃഷ്ണമോഹൻ സാർ, ദർശന, ശിവ, രാജു ടീച്ചർ, രാജു,
കാർത്തികൻ ചേട്ടൻ, ശീലകുമാർ, ഈ നാത്തരങ്ങണി കുടുംബത്തിൽ ഞാനൊരു വീണ്ടും പറയുകയാണ് കന്നിക്കാരനാണ്. ഈ കന്നിക്കാരന് ഇത്രയും വിശിഷ്ടമായ ഒരു ആസ്ഥാനം തന്ന എന്നെ അനുമോദനങ്ങൾ കൊണ്ട് വീർപ്പും മുട്ടിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിട്ട് ആദ്യമായി. പിന്നെ ഇവിടെ കൂടി വന്ന ഞാനിപ്പോൾ എല്ലാം കുറേ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ നാദതരംഗിണി ഗ്രൂപ്പിൽ കൂടെ കുറച്ച് ആൾക്കാരെ നേരിട്ട് കുറച്ച് ആൾക്കാരൊക്കെ നല്ല ഒരു പരിചയമുണ്ട്. മറ്റു ആൾക്കാർ കൂടി വരുന്നേ ഉള്ളൂ, പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈ സ്ഥാനത്ത് വന്നിരിക്കുന്ന നമ്മുടെ പരിപാടി നല്ല പരിപാടിയായി അത്യുജ്വലമായി, എൻ്റെ വടക്കൻ ഭാഷയിൽ പറയാം, തെക്കൻ ഭാഷയല്ല, എൻ്റെ വടക്കൻ ഭാഷയിലാണ് പറയുന്നത്, അത്യുജ്വലമായി വളരെ സൂപ്പറായി നടക്കട്ടെ എന്ന് സാക്ഷാൽ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം, നന്ദി. ആദ്യവും പറയുക അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഏറ്റവും ദൂരെ നിന്ന് വന്ന ചില ആളുകളിൽ ഒരാളാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മൈസൂരിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. അതിന് പ്രത്യേക കൈയടി കൊടുക്കുക. ഓക്കെ, അടുത്തതായി നമ്മുടെ രാജഗോപാൽജി ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിച്ചുകൊള്ളു. ഒരവസരം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസരം. ഓട്ടത്തെ ആയതുകൊണ്ട് പിന്നെ ഇതിനകത്തൊന്നും കയറാൻ പറ്റിയില്ല. എങ്കിലും നാദതരംഗിണിയെ പറ്റി നല്ല അഭിപ്രായമാണ്. കാര്യം ധന്യ എന്നോടൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ശകലം കുത്തിക്കുറിക്കാനുള്ള സമയം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എനിക്ക് ഈ കലയോട് നമുക്കൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാനോ ഒന്നും ഞാൻ നിന്നില്ല. പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നതുകൊണ്ട് അമ്മ ഞാനോടും ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയി. ശരിക്കും ആദ്യം ധന്യ ഇങ്ങനെ ഫേസ്ബുക്കിലേക്ക് കണ്ടിട്ട്, ചേട്ടാ നമ്മുടെ കൈനേരിക്കാരിയാണെന്ന് പറയുന്നൊരു ചേച്ചി, ഷീബ ചേച്ചിയുടെ ഇങ്ങനെ നാദതരംഗിണി എന്നൊരു സംഭവമുണ്ട്, എന്നെ കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഷീബ ചേച്ചി എൻ്റെ മൂത്ത ചേച്ചിയുടെ കൂടെ പഠിച്ചതാണ്. ഞങ്ങൾ അടുത്തടുത്താണ്, 100 മീറ്റർ 150 മീറ്റർ മാറിയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പിന്നെ പോയി. എങ്കിലും ഞാൻ പറയാനെന്താ, ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഏത് പോസ്റ്റ് ഇട്ടാലും അതിന് നല്ലൊരു കമൻറ്റ് പറഞ്ഞ് നല്ലൊരു പ്രോത്സാഹനം ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജഗോപാൽ. താങ്ക് യു രാജഗോപാൽജി, താങ്ക് യു ഷിബ. അടുത്തത് താങ്ക് യു.
ലത. താങ്ക് യു ലത കായംകുളം. താങ്ക് യു ധന്യവാദം. അടുത്തതായി അടുത്തതായി അടുത്തത്. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ കേൾവിക്കാർ ഉണ്ടായ ഒരു പരിപാടി അവതരിപ്പിച്ചത് നമ്മുടെ ദർശന മോളാണ്. ദർശന മോൾക്കും അതുപോലെ നമ്മളിവിടെ ഒരു ഉപഹാരം നൽകുന്നുണ്ട്. ആ ഉപഹാരത്തിന് പ്രത്യേക ഒരു ഉപഹാരം കൂടിയുണ്ട് അതിൽ. അത് നൽകുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള സീത ചേച്ചിയാണ്. സീത ചേച്ചിയുടെ മകൾ ദിവ്യ, അമേരിക്കയിലുള്ള ദിവ്യ അത് പ്രത്യേകം പറഞ്ഞ് ആ കുട്ടിക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സീത ചേച്ചി ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിലും അമേരിക്കയിൽ പോയിരിക്കുകയാണ് ഈ അവസരത്തിൽ. അപ്പോൾ അതിന് നമുക്ക് അത് അപ്പോൾ ഉപഹാരം നൽകുന്നതിനായിട്ട് ബൈജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി ദർശന മോളെ ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്ന ഒരാളുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് ചേർന്നതാണെങ്കിലും നമ്മളെ കഴിഞ്ഞ ആലപ്പുഴ ഗെറ്റ് ടുഗദറിനും സഹകരിച്ച ഒരു കുടുംബമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ അവരുടെ സീത ചേച്ചി, കൃഷ്ണൻ ചേട്ടൻ, അവരുടെ സഹോദരൻ, അവരുടെ ആ ഗ്രൂപ്പിലുള്ള ശാന്തി പാലക്കാട് അല്ലേ മേഡത്തിന് ഒരു ഉപഹാരം കൊടുക്കുന്നതിനായി ക്ഷണിച്ചോളൂ. അത് നൽകുന്നതിനായി രാജീവ് ക്ഷണിച്ചോളൂ. കുടുംബ അംഗം തന്നെയാണ്. ഉടൻ തന്നെ കുടുംബ അംഗമായിട്ട് നമുക്ക് ചേർക്കാം. സംഗീത കുടുംബത്തിൻ്റെ ക്രിയേറ്റർ ശില്പ, അഡ്മിൻ പാനലിലുള്ള 2 മഹത് വ്യക്തികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗെറ്റ് ടുഗദർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മുഴുവൻ സമയവും വേണ്ട ഇടപെടലുകളും ചുക്കാനും പിടിച്ചുകൊണ്ടിരിക്കുന്ന 2 പേർക്ക് സമ്മാനം നൽകുന്നുണ്ട്. അതിനായി സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് ജോയ് സാറിനെയും ഒപ്പം സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ധനപാലൻ ഷീബയുടെ ഹസ്ബൻഡിനെ ക്ഷണിച്ചു. കൈയടിക്ക്. അടുത്ത സ്നേഹ സമ്മാനം തന്നെയാണ് ഷീബ ചേച്ചി, ബൈജുവിൻ്റെ ഷീബ ചേച്ചി നൽകുന്നത്. അതിനുവേണ്ടി ഷീബയെയും ബൈജുവിനെയും ഹൃദ്യമായി സ്വാഗതം ക്ഷണിക്കുന്നു. ഇനി ഒരു സ്നേഹ സമ്മാനം കൂടിയുണ്ട്. അഡ്മിൻ പാനലിലുള്ള മുഴുവൻ പേരും അതിനുവേണ്ടി വേദിയിലേക്ക് ഒന്നെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രഘുമാഷ്, വിമൽജി, ഷീബ, ധന്യ വിനോദ്, ജോയ് സാർ, ബൈജു എല്ലാവരും ചേർന്ന് ഒന്ന് നിൽക്കുക. ഒപ്പം ധനപാലനെ കൂടി ക്ഷണിക്കുകയാണ്. എനിക്ക് സ്വാതന്ത്ര്യത്തോടെ എൻ്റെ ശിഷ്യയുടെ ഹസ്ബൻഡിനെ അങ്ങനെ പറയാമല്ലോ അല്ലേ? കാരണം ഷീബയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായി അദ്ദേഹത്തിന് എൻ്റെ വീട്ടിലൊക്കെ വന്നു കേട്ടോ. വിവാഹം കഴിഞ്ഞ ഉടനെ പലരുടെയും വീടുകളിലെത്തി.
അപ്പം അവർക്ക് രണ്ടു പേർക്കും ചേർന്ന് നമ്മൾ ഓരോരുത്തരും നൽകുന്ന ഒരു സ്നേഹസമ്മാനം നൽകാൻ വേണ്ടിയാണ് അവർ രണ്ടുപേരെയും ക്ഷണിക്കുന്നു. അത് കൊടുക്കുന്നത് എല്ലാവരും കൂടിയാണ്. ബൈജു, ജോയ്സ, ധനപാലിനെയും ഷീബയെയും ക്ഷണിക്കുകയാണ്. അത് നൽകുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂടി എല്ലാവരും ഒന്ന് കാണിക്കുക കൂടി വേണം കേട്ടോ. ടീച്ചറിനെ കാണാമല്ലോ ഇച്ചിരി ശരി. അതിലൊന്ന് കൈ വെച്ചോ. അവിടെ നോക്കി, എല്ലാവരും നോക്കി, എല്ലാവരും നോക്കി. എല്ലാവരും സന്തോഷമായിട്ട് നോക്കി. അപ്പോൾ നമുക്കിനി കലാപരിപാടികളും പരിചയപ്പെടുത്ത ഓരോ പേരുകൾ വിളിക്കുന്നതനുസരിച്ച് ആ ഫാമിലി വ്യക്തികൾ വരിക, അവരെ പരിചയപ്പെടുത്തുക, അവരുടെ ഭാഗത്തുനിന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കുക. വീട് കാസർഗോഡാണ്. ഞാൻ പഠിക്കുന്നത് 9th-ലാണ്. ഇതെൻ്റെ അനിയത്തി ദിൽഹാര, ഇതെൻ്റെ അമ്മയാണ്, ബീന എന്നാണ് പേര്. അപ്പോൾ ഞാൻ 9th-ൽ, ഇവിടെ 5th-ലാണ് പഠിക്കുന്നത്. ഞങ്ങൾ കാസർഗോഡ് KB No. 1 CPCRയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ നാമതരംഗിണി കുടുംബത്തിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഏകദേശം ഒരു കൊറോണ ടൈമിലാണ് കൂടിയത്. അതിൽ പിന്നെ നമ്മൾ ഇന്നേ വരെ ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ചേർന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എൻ്റെ പേര് ദിൽഹാര. ഞാൻ 5th-ൽ പഠിക്കുന്നു. KB No. 1 CPCRI കാസർഗോഡ്. താങ്ക് യു. दमादम मस्त कलंदर अली दम दम दे अंदर दमादम मस्त कलंदर अली दा पहला नंबर ओ लाल मेरी ओ लाल मेरी. ചോറ്റാനിക്കരയാണ്. ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ ഏകദേശം അടുത്താണ്. ഞാൻ ഒരു 2 വർഷമായിട്ട് ഗ്രൂപ്പിൽ ആദ്യം സജീവമായിരുന്നു. പിന്നെ ജോലി തിരക്കൊണ്ട് കയറാൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ 4 ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് പതുക്കെ അങ്ങോട്ട് പോകും. അതായിരുന്നു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ സൂപ്രണ്ടാണ്. ഷൊർണൂരായിരുന്നു. ഇപ്പോൾ എൻ്റെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ 2 ആഴ്ചയായിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ ഏതായാലും മിനി ഗ്രൂപ്പിൽ സജീവമായിട്ട് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് കയറിക്കൊള്ളാം. പിന്നെ ഇതിലിരിക്കുന്ന ഒത്തിരി പേര് കഴിഞ്ഞ നമ്മുടെ ഫെസ്റ്റിലേക്ക് നമ്മുടെ ടൂർ പോയപ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ലാസ്റ്റ് നിമിഷത്തിൽ അതിൽ നിന്ന് മാറിപ്പോയി. ഏതായാലും ഇവിടെ വന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളെങ്കിലും ഇത്രയും പേര് കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ചിലരൊക്കെ വർത്തമാനം പറയുന്നത് വളരെ നമ്മുടെ ഗ്രൂപ്പിൽ പതുക്കെ സ്ലോ മോഷനൊക്കെ പറയുന്ന ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ചാടി നടക്കുന്ന നല്ല വ്യക്തിത്വങ്ങൾ. വിമൽ ഞാനും മൗനവും മാത്രം നിലയും വ്യാമോഹ ജ്വാലയാളുകയാ എൻ്റെ ലോകം നീ മറന്നു. എൻ്റെ ലോകം നീ മറന്നു. ഓർമ്മ പോലും മാഞ്ഞു പോകുവതെന്തേ. പാതിരാമഴയേതോ ഹംസഗീതം പാടിയേ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കണ്ണടച്ചാലും എൻ്റെ
കല്യോലിനിയല്ലോ നീ കണ്ണടച്ചാലും എൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്യോലിനിയല്ലോ നീ കൺമദപൂരിടന്നാൽ കളിവിരുന്നൊരുക്കുന്ന കൺമദപൂരിടന്നാൽ കളിവിരുന്നൊരുക്കുന്ന കസ്തൂരി കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു 9 പേരും അവരുടെ മാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തി പടുക്കുമാ കൈകൾക്കു കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാദാരംഗിണി എന്ന സ്നേഹ കുടുംബത്തിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന, ഞാൻ ഏറെ സ്നേഹവും ബഹുമാനിക്കുകയും ചെയ്യുന്ന കൃഷ്ണമോഹൻജി എന്ന വല്യേട്ടനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അദ്ദേഹമാണ് എന്നെ ഈ നാദാരംഗിണിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്. കരുതുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെവരെയും കണ്ടതിലും വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊരു ഗായകനല്ല, ഞാൻ കേരള കലാമണ്ഡലം ഡിപ്ലോമയാണ്, കഥകളി നടനാണ്. അതോടൊപ്പം തന്നെ പിന്നെ ക്ലാസിക്കൽ ഡാൻസറാണ്. അതോടൊപ്പം തന്നെ 36 വർഷമായിട്ട് പ്രൊഫഷണൽ നാടക രംഗത്ത് നാടകനടനായി പ്രവർത്തിച്ചു വരുന്നു. പിന്നെ ഈ നാദാരംഗിണി ഫാമിലി ഉത്തരോത്തരം വളരട്ടെ, അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ കൊല്ലം ഭരതമിത്ര എന്ന സമിതിയിൽ ബാലെ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു വരുന്നു. പിന്നെ പൊന്നിളം കാവിൽ വഴുമമ്മ കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വഴുമമ്മ. I am